ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും ഹണിമൂൺ ആഘോഷത്തിലാണ്. കുടുംബസമേതമാണ് ഇവർ ബാലിയിലേക്ക് പോയത്. അവരുടേതായ രീതിയിൽ എല്ലാവരും യാത്ര ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. വ്ളോഗും ചിത്രങ്ങളുമായി എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഹണിമൂൺ വ്ളോഗുമായി ദിയയും എത്തിയിരുന്നു. ഇപ്പോഴിതാ സ്വിംസ്യൂട്ട് അണിഞ്ഞ് അശ്വിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് ദിയ. ബീച്ച് സൈഡിലെ റിസോർട്ടിൽ 2-3 ദിവസം താമസിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. നേരത്തെ പൂളിൽ ഇറങ്ങിയതിൻ്റെ വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു. ആവേശത്തിന് ഇറങ്ങിയതാണ്, നല്ല തണുപ്പാണ്, തിരിച്ചു കയറാൻ പോവുകയെന്നായിരുന്നു ഇഷാനിയോട് ദിയ പറഞ്ഞത്. ബീച്ച് സൈഡിലെ റിസോർട്ടിൽ പോയാൽ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുമെന്ന് ദിയ പറയുകയുണ്ടായി. അശ്വിനെ കെട്ടിപ്പിടിച്ചുള്ള ചിത്രമായിരുന്നു ദിയ പോസ്റ്റ് ചെയ്തത്. ദിയയുടെ നെറ്റിയിൽ ചുംബിക്കുന്ന അശ്വിനെയാണ് ഫോട്ടോയിൽ കാണുന്നത്. ഈ ഫോട്ടോ എടുത്തത് ആരെന്ന ചോദ്യവുമായാണ് ഹൻസിക എത്തിയത്. സ്മൈലിയുടെയായിരുന്നു ഹൻസികയ്ക്ക് ദിയ മറുപടി നൽകിയത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ചിലർ നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും നെഗറ്റിവിറ്റി ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. നിരന്തരമായി നെഗറ്റീവ് പറയുന്നവരെ ബ്ലോക്ക് ചെയ്യുമെന്നും ദിയ നേരത്തെ പറഞ്ഞിരുന്നു. വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അനാവശ്യ വിമർശനങ്ങൾ നടത്തുന്നത് ക്ഷമിക്കില്ലെന്നും ദിയ പറഞ്ഞിരുന്നു. സീമന്തരേഖയിൽ സിന്ദൂരമിടുന്നില്ല, ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു ഇടക്കാലത്ത് ഉയർന്നത്. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാരായി മാറിയവരാണ്. ഭർത്താവായെന്ന് കരുതി ബഹുമാനപ്പെട്ട അശ്വിൻ അവർകൾ അറിയാൻ എന്ന മോഡലിലൊന്നും സംസാരിക്കാനാവില്ല. ബഹുമാനിക്കേണ്ടവരെയെല്ലാം ബഹുമാനിക്കുന്ന ആളാണ് ഞാനെന്നും അശ്വിന് അറിയാമെന്നും ദിയ പറഞ്ഞിരുന്നു. ഓണത്തിന് മുമ്പ് ചെയ്ത ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങൾ കണ്ടാണ് സിന്ദൂരം എവിടെയെന്ന് ചോദിച്ചത്. അന്ന് കല്യാണം കഴിഞ്ഞില്ലായിരുന്നെന്നും വിവാഹത്തിന് മുമ്പ് സിന്ദൂരം തൊടാനാവില്ലെന്നായിരുന്നു ദിയ പറഞ്ഞത്. വിവാഹശേഷം ദിയ കൂടുതൽ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റമെന്ന് സിന്ധു കൃഷ്ണയും പറഞ്ഞിരുന്നു. വൈറൽ ഡാൻസിൻ്റെ ക്രെഡിറ്റും ദിയയ്ക്കാണ്. കൂളാവുന്നെങ്കിൽ അങ്ങനെയെന്ന് കരുതി ചെയ്തതാണ്. ഭാഗ്യത്തിന് അത് നല്ലതായിരുന്നുവെന്നും ബാലിയിലെ ഡാൻസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിന്ധു കൃഷ്ണയും പറയുകയുണ്ടായി. വിവാഹം കഴിഞ്ഞ ദിയ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ, കൂടുതൽ പക്വത ആയോ എന്ന ചോദ്യമുണ്ടായിരുന്നു. കുറച്ചുകൂടി തങ്ങൾക്കൊപ്പം ചെലവഴിക്കാൻ മകൾ സമയം കണ്ടെത്തുമെന്നായിരുന്നു സിന്ധു കൃഷ്ണ മറുപടി നൽകിയത്. കൃഷ്ണകുമാറിൻ്റെ കുടുംബവുമായി അടുപ്പമുള്ളവരാണ് ഔദ്യോഗിക വിവാഹത്തിൽ പങ്കെടുത്തത്. കുറച്ചു പേർക്ക് മാത്രമായിരുന്നു ദിയയുടെ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നത്. അഹാന, ഇഷാനി, ഹൻസിക എന്നീ സഹോദരിമാരും അമ്മ സിന്ധുവും അച്ഛൻ കൃഷ്ണകുമാറും വിവാഹത്തിന് ഇളം പിങ്കിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചത്. രാധിക, സുരേഷ് ഗോപി, മലയാള ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് ഗോപി എന്നിവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു.